ഒരു സെൻറ്റൻസിൽ ബോത്ത് അല്ലെങ്കിൽ ഫ്യൂ അല്ലെങ്കിൽ എ ഫ്യൂ അല്ലെങ്കിൽ സെവറൽ ഇതിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ എപ്പോഴും പ്ലൂറൽ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ ഇതിനോടൊപ്പം എപ്പോഴും നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അടുത്തത് ഫ്യൂ ബോയ്സ് ആർ പ്രസൻറ്റ് ടുഡേ. ഫ്യൂ ബോയ്സ് എന്ന് ഇവിടെ അർത്ഥമാക്കുന്ന ഒരു ബോയ്സും ഇല്ല എന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്യൂ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല, എ ഫ്യൂ എന്ന് പറഞ്ഞാലാണ് കുറച്ചെങ്കിലും ഉള്ളത്. നെക്സ്റ്റ് എക്സാമ്പിൾ, അമ്മു ഹാസ് 2 pens. ബോത്ത് ആർ എക്സ്പെൻസീവ്. ഇവിടെ 3 സെൻറ്റൻസിൽ നമ്മൾ പ്ലൂറൽ വേർബായിട്ടുള്ള ആറാണ് യൂസ് ചെയ്തത്. അടുത്തത് ദേറിന് ശേഷം സിംഗുലർ ഓർ പ്ലൂറൽ വരുന്നത് വെർബിന് ശേഷമുള്ള സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. വെർബിന് ശേഷമുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ, അതുപോലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ. ഒരു എക്സാമ്പിൾ നോക്കാം. ദർ ഈസ് നോ ഷുഗർ ഇൻ ദ ബോട്ടിൽ. ദർ ഈസ് നോ ഷുഗർ ഇൻ ദ ബോട്ടിൽ. ഈ സെൻറ്റൻസിൽ ഈസ് വരാനുള്ള കാരണം ഷുഗർ എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അൺകൗണ്ടബിൾ നൗൺ എപ്പോഴും സിംഗുലർ ഫോമിലാണ് പറയാറ്. അൺകൗണ്ടബിൾ നൗൺസ് എപ്പോഴും സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് വൺ, ദർ ആർ 5 boys in the classroom. ദർ ആർ 5 boys in the classroom. ഇവിടെ ക്ലാസ് റൂമിൽ 5 ആൺകുട്ടികളുണ്ട്. അതുകൊണ്ടാണ് പ്ലൂറൽ നൗൺ ആയതുകൊണ്ടാണ് അവിടെ പ്ലൂറൽ വെർബായിട്ടുള്ള ആർ യൂസ് ചെയ്തത്. മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ദർ ഈസ് എ ഗേൾ ഇൻ ദ ക്ലാസ് റൂം. ദർ ഈസ് എ ഗേൾ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഒരു പെൺകുട്ടിയുള്ളൂ. അതുകൊണ്ടത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഈസ് നമ്മൾ യൂസ് ചെയ്തത്. അടുത്ത ടൈപ്പ് നോക്കാം. എ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. എ നമ്പർ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് വരിക. എക്സാമ്പിൾ നോക്കാം. എ നമ്പർ ഓഫ് ബുക്സ് ആർ മിസ്സിങ്. എ നമ്പർ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ കുറേ ബുക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആർ എന്ന വെർബ് യൂസ് ചെയ്തത്. എ നമ്പർ ഓഫ് ബുക്സ് ആർ മിസ്സിങ്. അടുത്തത് എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൺ. ഇവിടെ കുറേ പൂക്കളാണ് തന്നത്. അതുകൊണ്ടാണ് അവിടെ ആർ യൂസ് ചെയ്തത്. ഇനി വേറൊരു ടൈപ്പ് നോക്കാം. നമ്മൾ പറഞ്ഞു എ നമ്പർ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് വരിക. പക്ഷേ ദ നമ്പർ ഓഫ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും യൂസ് ചെയ്യണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് 100. ഇവിടെ 100 എണ്ണം ഉണ്ട്, പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദ നമ്പർ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗണും സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് 100. അതുപോലെ ദ നമ്പർ ഓഫ് മിസ്സിംഗ് ബുക്സ് ഈസ് 75. ഇവിടെ എണ്ണം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഒന്നുകൂടി നോക്കാം. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്ക്കറ്റ് ഈസ് 100. ദ നമ്പർ ഓഫ് മിസ്സിംഗ് ബുക്സ് ഈസ് 75. നെക്സ്റ്റ്, മെനി, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി. ഇവ മൂന്നും വന്നാൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും യൂസ് ചെയ്യണം. മെനി, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനിയോട് കൂടെ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. എക്സാമ്പിൾ നോക്കാം. മെനി സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ. മെനി സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ. അടുത്തത്, എ ഗ്രേറ്റ് മെനി ഗേൾസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. കുറേ കുട്ടികളെന്നാണ് ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ എപ്പോഴും പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യുക. പക്ഷേ മെനി എ ഗ്രേറ്റ്, മെനി എ ഗുഡ് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് മെനി, എ ഗുഡ് മെനി, എ ഗ്രേറ്റ് മെനി. ഇപ്പോൾ മെനി എ ഗ്രേറ്റ്, മെനി എ ഗുഡ്. അപ്പോൾ ഇത് സിംഗിളായിട്ടാണ് കാണുക. സിംഗുലർ നൗണും സിംഗുലർ വെർബും. മെനി എ ഗ്രേറ്റ്, മെനി എ ഗുഡ്. അവിടെ ഒന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗുലർ നൗണും സിംഗുലർ വെർബും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെനി എ സ്റ്റുഡൻറ്റ് ഈസ് പ്രസൻറ്റ് ടുഡേ. മെനി എ സ്റ്റുഡൻറ്റ് ഈസ് പ്രസൻറ്റ് ടുഡേ. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നത് സിംഗുലർ നൗണാണ്. അതുപോലെ ഈസ് എന്നത് സിംഗുലർ വെർബാണ്. 2 എക്സാമ്പിളോട് നോക്കാം. മെനി എ ഗ്രേറ്റ് സോൾജിയർ ഹാസ് ഡൈഡ് ഫോർ ദ നേഷൻ. മെനി എ ഗ്രേറ്റ് സോൾജിയർ ഹാസ് ഡൈഡ് ഫോർ ദ നേഷൻ. അതുപോലെ മെനി എ പാസഞ്ചർ ഹാസ് ലോസ്റ്റ് ഹിസ് ലഗേജ്. മെനി എ പാസഞ്ചർ ഹാസ് ലോസ്റ്റ് ഹിസ് ലഗേജ്. ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പെട്ടെന്ന്. ദേറിൻ്റെ കൂടെ സിംഗുലർ നൗൺ സിംഗുലർ വെർബ്, അതുപോലെ പ്ലൂറൽ നൗൺ പ്ലൂറൽ വെർബ്. അടുത്തത് എ നമ്പർ ഓഫ് വന്നാൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും യൂസ് ചെയ്യണം. അതുപോലെ ദ നമ്പർ ഓഫ് എന്നാണെങ്കിൽ പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. പിന്നെ മെനി, എ ഗ്രേറ്റ് മെനി, എ ഗുഡ് മെനി ഇവയോടൊപ്പം എപ്പോഴും പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. അതുപോലെ മെനി എ,
മെനി എ ഗ്രേറ്റ്, മെനി എ ഗുഡ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിനോടൊപ്പം എപ്പോഴും സിംഗുലർ നൗണും സിംഗുലർ വെർബും യൂസ് ചെയ്യണം. ഫാമിലി, ഗവൺമെൻറ്, കമ്മിറ്റി, ടീം, ഓഡിയൻസ്, ഗ്രൂപ്പ് ഇങ്ങനെ വരുമ്പോൾ ഇവയ്ക്ക് ശേഷം നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. ഫാമിലി, ഗവൺമെൻറ്, കമ്മിറ്റി, ടീം, ഓഡിയൻസ്, ഗ്രൂപ്പ് എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ ഫാമിലി ഹാസ് ഗോൺ ഫോർ എ വെഡ്ഡിങ്. ഫാമിലി അവർ മൊത്തമായിട്ടാണ് പോകുന്നത്, ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് അവരെ പറയുമ്പോഴാണ് നമ്മൾ അവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നത്. അവിടെ ഹാസ് ആണ് വെർബായിട്ട് വന്നത്. അടുത്ത എക്സാമ്പിൾ ദ ഓഡിയൻസ് ഈസ് വാച്ചിങ് എ ലൈവ് ഷോ. ദ ഓഡിയൻസ്, ആ ഓഡിയൻസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുകയാണ്, ഒരു ലൈവ് ഷോ കാണുകയാണ്. അപ്പോൾ അവരൊരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സിംഗുലർ വെർബായിട്ടുള്ള ഈസ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ അതിലുള്ള ഓരോ വ്യക്തിയെയും എടുത്ത് പറയുമ്പോൾ, അതായത് ഓരോരോ വ്യക്തിയെയും പ്രത്യേകം എടുത്ത് പരാമർശിക്കുമ്പോൾ നമ്മൾ അവിടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. എക്സാമ്പിൾ ദ ഫാമിലി ഹാവ് ഗോൺ ടു ഡിഫറെൻറ്റ് പ്ലേസസ്. അതുപോലെ ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ദ ഇഷ്യൂ. ഇവിടെ ഫാമിലി അവർ ഒരുമിച്ചല്ല പോകുന്നത്, അവർ ഡിഫറെൻറ്റ് പ്ലേസസ്, അവർ സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. പല ആൾക്കാരും പല വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ദ ഇഷ്യൂ. ഇവിടെ ആറാണ് യൂസ് ചെയ്തത്. കാരണം വെച്ചാൽ അവർ സ്പ്ലിറ്റായി, അവരുടെ അഭിപ്രായത്തിൽ അവരുടെ എല്ലാവർക്കും പ്രത്യേകം അഭിപ്രായങ്ങളാണുള്ളത്. അതുകൊണ്ട് അവർ അതിൽ സ്പ്ലിറ്റഡ് ആണ്, അവിടെ ഡിവിഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് അത് പ്ലൂറലായിട്ടാണ് കാണുക. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്ലൂറൽ വെർബായ ആർ യൂസ് ചെയ്തത്. ഇനി അടുത്തത് പീപ്പിൾ, പോലീസ്, പൗൾട്രി, കാറ്റിൽ, ജെൻട്രി, മാൻകൈൻഡ്, പബ്ലിക്, സ്റ്റാഫ്, വെർമിൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് പ്ലൂറൽ വെർബാണ്. ഇവിടെ വെർമിൻ എന്ന് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെറിയ തരം കീടത്തിനാണ്, കീടങ്ങളുടെ ഗ്രൂപ്പിനെയാണത് വെർമിൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വെർബാണ്. അതായത് പോലീസ്, പീപ്പിൾ, പൗൾട്രി, കാറ്റിൽ, ജെൻട്രി, മാൻകൈൻഡ്, പബ്ലിക്, സ്റ്റാഫ്, വെർമിൻ എന്നിവയ്ക്ക് ശേഷം നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ദ തീഫ്. അതുപോലെ ദ കാറ്റിൽ ആർ ഗെയ്സിങ് ഇൻ ദ ഫീൽഡ്. കന്നുകാലി കൂട്ടത്തിനെയാണ് പറയുന്നത് കാറ്റിൽ. അതുകൊണ്ടാണ് നമ്മളിവിടെ ആർ യൂസ് ചെയ്തത്.